ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ഏതാണെന്ന് ദ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഉള്ള ഒരു ത്രീ ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. അതിന് 3 സൈഡ്സ് ഉണ്ട്, പിന്നെ 3 ആംഗിൾസ്. ഇതൊരു ആംഗിൾ, ഇതൊരാംഗിൾ, ഇതൊരാംഗിൾ. 3 ആംഗിൾസ് ഉണ്ട്, പിന്നെ 3 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെ ഒരു വെർട്ടെക്സ്, അതായത് ഈ 2 സൈഡും കൂടി ചേരുന്നതിന് ഒരു വെർട്ടെക്സ്. അതുപോലെ ഇവിടെ ഈ കോർണറിൽ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. സൈഡ്സ് നമുക്ക് ഏതൊക്കെ എഴുതാം? എ ബി ഒരു സൈഡ്, എ സി. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്നുകൂടി നമ്മൾ ഓർക്കാൻ വേണ്ടി പറയണം. എ ബി, എ സി, ബി സി, അതാണ് 3 സൈഡ്. ഇനി ആംഗിളുകളൊക്കെ ഏതൊക്കെയാണ്? ആംഗിൾസ് ഏതൊക്കെയാണ്? എങ്ങനെ നമ്മൾ ഒന്നുകിൽ ആംഗിൾ എ എന്ന് പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയുക? ബി ആംഗിൾ പറയുമ്പോൾ എങ്ങനെയാണ്? ഈ ആംഗിളാണ് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ബി എ സി, അതാണ് നടുവിൽ എഴുതുക. ആംഗിൾ ബി എ സി. പിന്നെ ഈ ആംഗിളാണ് പറയുന്നത് വെച്ചാൽ എ സി ബി, ആംഗിൾ എ സി ബി. ഇനി ഈ ആംഗിളാണ് പറയുന്നത് വെച്ചാൽ ആംഗിൾ എ ബി സി. അങ്ങനെ ആംഗിൾ പറയാം. പിന്നെ ഇതിൻ്റെ വെർട്ടെക്സ് പറയുകയാണെങ്കിൽ ഇതിലേതൊക്കെ വെർട്ടിസസ്? 1 എ, 1 ബി, 1 സി. ഈ പോയിന്റുകളാണ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ. ഈ കോർണർ, ഈ പോയിന്റുകളാണ് അതിൻ്റെ വെർട്ടിസസ്. അപ്പോൾ ട്രയാങ്കിൾ ഇതാണ്. ഇനി ട്രയാങ്കിളുകൾക്ക് നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഈ വെർട്ടിസസ് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും. ഈ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ, ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബി സി. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ എ സി. ഇനി സി എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ എ ബി. തിരിച്ചും ചോദിക്കാം. എ ബി എന്ന് പറഞ്ഞ ബി സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ എ. പിന്നെ എ ബി എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ സി. പിന്നെ ഏതാണുള്ളത്? എ സി എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ബി. അപ്പോൾ വെർട്ടെക്സ് ഓപ്പോസിറ്റും സൈഡും നമുക്കങ്ങനെ പറയാം. ഇനി ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അനുസരിച്ച് ട്രയാങ്കിളിന് പേര് കൊടുക്കാറുണ്ട് നമ്മൾ. എങ്ങനെയാണ് പേര് കൊടുക്കുക? സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്, ഇപ്പോൾ ഒരെണ്ണം 6 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 5 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 7 സെൻറ്റിമീറ്റർ. അപ്പം 3 സൈഡും ഡിഫറെൻറ്റ് അളവല്ലേ? ഇതിൻ്റെ 3 സൈഡും ഡിഫറെൻറ്റ് അളവാണ്. ഇങ്ങനെ 3 സൈഡും ഡിഫറെൻറ്റ്, 3 സൈഡേ ഉള്ളൂ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. 3 സൈഡും ഡിഫറെൻറ്റ് അളവുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്താ വിളിക്കുക? സ്കാലൻ ട്രയാങ്കിൾസ് എന്ന് വിളിക്കും. ഇനി വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട്. 2 സൈഡ് സെയിം ആണ്. ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6. 2 സൈഡ് സെയിം ആണ്, ഒരു സൈഡ് മാത്രം ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ട്രയാങ്കിളിന് എന്താ പേര് കൊടുത്തിട്ടുള്ളത്? ഐസോസിലസ് ട്രയാങ്കിൾ. 2 സൈഡ് സെയിം, ഒരു സൈഡ് മാത്രം ഡിഫറെൻറ്റ് വാല്യൂ, അളവ്, അതിൻ്റെ മെഷർമെൻറ്റ്, അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി വേറൊരെണ്ണം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 സൈഡും ഈക്വൽ. ഇത് 6 ആണെങ്കിൽ ഇതും 6, ഇതും 6. 3 സൈഡും ഈക്വൽ മെഷേഴ്സുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് ട്രയാങ്കിൾ എന്ന് പറയുക? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ 3 ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്. സ്കാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 3 സൈഡും ഡിഫറെൻറ്റ് മെഷേഴ്സ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള അളവുകളായിരിക്കും. ഇനി ഐസോസിലസ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് സെയിമും ഒരു സൈഡ് ഡിഫറെൻറ്റും. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുക. ഇനി 3 സൈഡും ഈക്വലായ ട്രയാങ്കിളിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെയാണ് നമ്മൾ 3 സൈഡും ഈക്വലാണ്, അതിനെയാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ സൈഡ് നോക്കിയിട്ട് അങ്ങനെ ട്രയാങ്കിളിന് 3 പേരുണ്ട്. സ്കാലൻ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അത് ഏത് നോക്കിയിട്ടാണ് പറയുക? അതിൻ്റെ സൈഡിൻ്റെ വലിപ്പം, മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് പറയുക. ഇനി നമ്മൾ അതിൻ്റെ ആംഗിളുകൾ നോക്കിയിട്ട് ട്രയാങ്കിളിന് പേര് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് നോക്കിയത് അക്യൂട്ട് ആംഗിളാണ്. ഇത് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90നേക്കാളും ചെറിയ ആംഗിളിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. ഇത് 90 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണമല്ലേ, ഇതല്ലേ 90 ഡിഗ്രി എന്ന് പറയാം. അതിനേലും ചെറിയൊരു ആംഗിൾ, ഇത് വേണമെങ്കിൽ ഒരു 30 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വേണമെങ്കിൽ 50 ഉണ്ടാവും. അപ്പോൾ ഇതും 90നേക്കാളും ചെറിയ ആംഗിളാണ്. ഇത് വേണമെങ്കിൽ ഒരു 65 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും 90നേക്കാളും ചെറിയ ആംഗിളാണ്. അപ്പം 3 ആംഗിളും 90നേക്കാളും ചെറിയ ആംഗിളാണ്. അതായത് 3 ആംഗിളും അക്യൂട്ട് ആംഗിളാന്ന് പറയും. 90നേക്കാളും ചെറിയ ആംഗിളിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. 3 ആംഗിളും അക്യൂട്ട് ആംഗിളിനെ ആണെങ്കിൽ ഇതിനെ അക്യൂട്ട്
അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കും നമ്മൾ. ആംഗിൾ നോക്കിയിട്ട് കേട്ടോ. മറ്റത് സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയണത് ആംഗിളിൻ്റെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ട്രയാങ്കിളിന് പേരുന്നത്. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി നമ്മൾ വേറൊരു ട്രയാങ്കിൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ മുന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത്, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ ഉള്ളതാണ്, മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ, ഇത് 90 ഡിഗ്രി, ഇത് അക്യൂട്ട് ആംഗിൾ, ഇത് 2 അക്യൂട്ട് ആംഗിളാണ്, അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ, ഇങ്ങനത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി, മറ്റേ 2 90 ചെറുതായിരിക്കും. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ട്രയാങ്കിളിനെ ആംഗിൾ നോക്കിയിട്ട് പറയുന്ന പേര് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ്. ഇനി വേറെ ഒരെണ്ണം കൂടി ആംഗിൾ നോക്കിയിട്ട് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതേതാ? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ. അതെങ്ങനെയായിരിക്കും? അതായത് ഈ ആംഗിൾ, ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾ തന്നെയാണ്. ഈ ആംഗിൾ നോക്കിയേ, ഇത് 90 ആണെങ്കിൽ ഇങ്ങനെ വരുള്ളൂ. 90 വലിയ ആംഗിളാണ്, 90 വലുതാണ്. വേണമെങ്കിൽ ഒരു 120 ഉണ്ടാവും. 90 വലിയ ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു സൈഡുകളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ട്രയാങ്കിളിന് പേര് കൊടുത്തത് ഏതൊക്കെയായിരുന്നു? സ്കാലൻ ട്രയാങ്കിൾ, പിന്നെ ഏതായിരുന്നു? ഐസോസിലസ് ട്രയാങ്കിൾ, പിന്നെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അത് സൈഡിൻ്റെ വലുപ്പം നോക്കിയിട്ട് നമ്മൾ പേര് കൊടുത്താണ്. ഇനി ട്രയാങ്കിളുകൾക്ക് ആംഗിളുകളുടെ വലുപ്പം, ആംഗിളുകളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് പേര് കൊടുത്തതാണ് ഏത്? ഇത് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 കൂടുതലാണെങ്കിൽ അതിനല്ലേ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 കൂടിയ ആംഗിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുക. ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. അതുപോലെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ആണെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. എല്ലാ ആംഗിളുകളും അക്യൂട്ട് ആണെങ്കിൽ അതിനെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ നോട്ട് എഴുതുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത്. നമ്മുടെ എക്സസൈസിന് ഈ വർഷത്തെ പാഠത്തിനോട് ബന്ധപ്പെട്ടതല്ല ശരിക്കും, അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിൾ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്, മെയ്ഡ് ഓഫ് 3 ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈനിൻ്റെ ഒരു കഷ്ണത്തിനല്ലേ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഒരു 3 ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. ഇറ്റ് ഹാസ് 3 വെർട്ടീസസ്. ഒരു ട്രയാങ്കിളിന് 3 വെർട്ടീസസ് ഉണ്ട്. ഏതൊക്കെ? A, B, C. പിന്നെ 3 സൈഡ് ഉണ്ട്, AB, BC, AC. ആൻഡ് 3 ആംഗിൾസ് A, B, C. ആംഗിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC സൈഡ്സ് ഏതൊക്കെയാണ്? AB, BC, CA. അതാണ് സൈഡ്സ്. ആംഗിൾസ് പറയുകയാണെങ്കിൽ BAC, ആംഗിൾ ABC, ആംഗിൾ BCA. പിന്നെ വെർട്ടീസസ് പറയുകയാണെങ്കിൽ അത് ആ പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ABC, ആ ഒരു കോർണറിലുള്ള പോയിൻ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കാം. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് വെർട്ടെക്സ് എയുടെ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? BC. പിന്നെ B എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AC. C എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AB. ഇനി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഓഫ് സൈഡ് AB എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് C. പിന്നെ ഏതാ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഓഫ് ദ സൈഡ് BC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് A. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഓഫ് സൈഡ് AC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് B. അത് പറഞ്ഞു മാത്രം. ഇനിയുള്ളത് എന്താ വെച്ചാൽ ക്ലാസിഫൈ ട്രയാങ്കിൾസ് ബേസ്ഡ് ഓൺ സൈഡ്സ് ആൻഡ് ആംഗിൾസ്. ആംഗിൾസിൻ്റെയും സൈഡ്സിൻ്റെയും ബേസിൽ നമുക്ക് എങ്ങനെ ട്രയാങ്കിൾസിനെ തിരക്കാം. ബേസ്ഡ് ഓൺ സൈഡ് വെച്ചിട്ട് നമ്മളെങ്ങനെ ട്രയാങ്കിളിന് പേര് കൊടുക്കാം? സ്കാലൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സ്കാലൻ ട്രയാങ്കിൾ എന്ന് പറയാം. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എനി 2 സൈഡ്സ് ആർ ഈക്വൽ. ഏതെങ്കിലും 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനിയുള്ളത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ ദ 3 സൈഡ്സ് ഈക്വൽ. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആയതിനെയാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. ഇനി ബേസ്ഡ് ഓൺ ആംഗിൾ ബേസ് ചെയ്തിട്ട് ട്രയാങ്കിളിന് എങ്ങനെയാണ് പേര് കൊടുക്കുക?
അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദ 3 ആംഗിൾസ് അക്യൂട്ട്, 3 ആംഗിളും അക്യൂട്ട് ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എനി വൺ ഓഫ് ദ ആംഗിൾ ഒബ്റ്റ്യൂസ്, ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. മറ്റേ രണ്ടും ഒബ്റ്റ്യൂസ് ആവില്ല, ആവാൻ പറ്റില്ല. ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എനി വൺ ഓഫ് ദ ആംഗിൾ റൈറ്റ് ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയാൽ അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി നമ്മൾ അത്രയും കാര്യങ്ങളെ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് മീഡിയനെ പറ്റിയാണ്. എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ, മീഡിയൻ അത് ഇവിടെ മുതലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരെ. മറ്റേതൊക്കെ ഇൻട്രൊഡക്ഷനിൽ ഒരു ട്രയാങ്കിൾ എന്താ, ട്രയാങ്കിളിൻ്റെ പേരെങ്ങനെ കൊടുക്കുക, വെർട്ടെക്സ് എന്താ, സൈഡ് എന്താ, ആംഗിൾ എന്താ എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രം. ഇനി മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ. എന്താ മീഡിയൻ എന്ന് പറഞ്ഞാൽ? മീഡിയൻ ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് വൺ വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ മിഡ് പോയിൻ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ്, ഈ ബി സിയുടെ മിഡ് പോയിൻ്റ് എടുക്കാം. നമുക്ക് പറയാം ഇവിടെ ബി സിയുടെ മിഡ് പോയിൻ്റ് ഇവിടെയാണ്. ഈ ബി സിയുടെ മിഡ് പോയിൻ്റ് ഇവിടെയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഈ വെർട്ടെക്സ് നിന്ന് ഈ മിഡ് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിൻറ്റിലേക്ക്, മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ മധ്യഭാഗം, ഇവിടുന്ന് ബിന്ന് ഇങ്ങോട്ടുള്ള നീളവും സിന്ന് ഇങ്ങോട്ടുള്ള നീളവും ഈക്വൽ ആയിരിക്കണം. അതായത് ഇതിൻ്റെ ഈ ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ നടുഭാഗം മിഡ് പോയിൻറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന്, ഇതാണ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എ ആണ്. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ എയിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. ഇവിടുന്ന് നമ്മളിങ്ങനെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനാണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുന്ന് വരയ്ക്കാം. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ സി. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ സിയാണ്. അപ്പോൾ എ സിയുടെ മിഡ് പോയിൻറ്റ് നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ എ സിയുടെ മിഡ് പോയിൻറ്റിലേക്ക് നമ്മൾ ഈ വെർട്ടെക്സ് നിന്ന് വരയ്ക്കുന്നതാണ് എന്ത്? മീഡിയൻ, അതും മീഡിയനാണ്. ഇനി നമ്മൾ സി എന്ന് പറഞ്ഞ വെർട്ടെക്സ് നിന്നാണ് മീഡിയൻ വരയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബി. എ ബിയുടെ മിഡ് പോയിൻ്റ് എടുക്കുക. എ ബിയുടെ മിഡ് പോയിൻറ്റിലേക്ക് ഈ വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ലൈനാണ് ഏത്? അതും മീഡിയനാണ്. അപ്പോൾ 3 വെർട്ടെക്സൊന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റുകളെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻ വരയ്ക്കാൻ പറ്റും? 3 മീഡിയൻസ് ഉണ്ടാവും. ഈ മീഡിയൻസ് എല്ലാം ഒരു സൈഡിൽ മീറ്റ് ചെയ്യും. മീഡിയൻസിനെ മീറ്റ് ചെയ്യണ ഈ പോയിന്റിന് നമ്മളൊരു പേര് കൊടുക്കും. സെൻട്രോയിഡ് എന്നാണ് അതിൻ്റെ പേര്. സെൻട്രോയിഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 മീഡിയൻ ഉണ്ട്. 3 വെർട്ടെക്സ് ഒന്നും ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഈ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഈ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാം. 3 മീഡിയൻസ് ഉണ്ടാവും. മീഡിയൻസ് മീറ്റ് ചെയ്യണ ഒരു പോയിന്റ് അതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുണ്ടാവും. ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ഈ പോയിന്റ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ മീറ്റിംഗ് പോയിന്റ് ഓഫ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? സെൻട്രോയിഡാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ സെൻട്രോയിഡ് എപ്പോഴും ഈ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയറിലായിരിക്കും, ഉള്ളിലായിരിക്കും. സെൻട്രോയിഡ് ഇൻറ്റീരിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാൻ എന്താ അതിൽ എഴുതിയിട്ടുള്ളത്? ദ മീഡിയൻ ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് one vertex of the triangle to the midpoint of its opposite side. ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്. ഇവിടുന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്. ഇവിടുന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്. എ ട്രയാങ്കിൾ ഹാസ് 3 മീഡിയൻ. ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻ ഉണ്ടാവും? 3 മീഡിയൻസ്. വിച്ച് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ. അതൊക്കെ ഈ മീഡിയൻസ് ഒക്കെ ഉള്ളിലായിരിക്കും, ഇൻറ്റീരിയർ ആയിരിക്കും. നമ്മൾക്ക് മീഡിയൻസ് ഒക്കെ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയറാണ് കിടക്കുന്നത്. എല്ലാ മീഡിയൻസും ഇൻറ്റീരിയറാണ്. ദ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഓഫ് മീഡിയൻ ഈസ് കോൾഡ് സെൻട്രോയിഡ്. മീഡിയൻസ് ഒക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്നാണ് വിളിക്കുക. ഇത് 1 വേർഡായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മീഡിയൻസ് ഒക്കെ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആണോ, ഉള്ളിലാണ് കിടക്കുന്നത്. പിന്നെ ഇതും ചോദിക്കാറുണ്ട്. ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഓഫ് മീഡിയൻ, അതിൻ്റെ പേരാണ് സെൻട്രോയിഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്തത് ഓൾട്ടിറ്റ്യൂഡാണ്. മീഡിയനും ഓൾട്ടിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാം. മീഡിയനും ഓൾട്ടിറ്റ്യൂഡും കണ്ടാൽ ഒരുപോലെ ഉണ്ടാവും.
പക്ഷേ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം അല്ല. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിനെ ഓൾട്ടിറ്റ്യൂഡും മീഡിയനും വരയ്ക്കണം നോക്കാം. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഇവിടുന്ന് വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡും വരയ്ക്കുക. മീഡിയൻ്റെ പോലെ തന്നെ വെർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ? 90 ഡിഗ്രി. അതായത് ഇവിടെ 90 ഡിഗ്രിയിൽ വരയ്ക്കുക. വെർട്ടെക്സ് നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അങ്ങനെ വരയ്ക്കുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഈ മിഡ് പോയിൻറ്റിലേക്ക് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്നതാണ് മീഡിയൻ. ഇതാണ് മീഡിയൻ, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ എന്താ ഓൾട്ടിറ്റ്യൂഡും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ്? ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഒരു വെർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കണം. ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക്, അതായത് ഈ ലൈനിൻ്റെ നടുവിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേര് മീഡിയൻ എന്നും, ഈ വെർട്ടെക്സ് നിന്ന് ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനിനെ ഓൾട്ടിറ്റ്യൂഡ് എന്നും വിളിക്കും. അതാണ് ഈ ഓൾട്ടിറ്റ്യൂഡും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ്. വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ട ഓൾട്ടിറ്റ്യൂഡും മീഡിയനും വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ഈ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കണ ഇത് തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഓർ ദ ലൈൻ കണ്ടെയ്നിങ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ലൈൻ കണ്ടെയ്നിങ്ങിലേക്കും കൂടി അത് വരയ്ക്കാം. എ ട്രയാങ്കിൾ ഹാസ് 3 ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ മീഡിയൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് പോലെ തന്നെ 3 ഓൾട്ടിറ്റ്യൂഡ്സ് ഉള്ളത്. ദ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് കോൾഡ് ഓർത്തോസെൻറ്റർ. നമ്മൾ മീഡിയൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിനെ സെൻട്രോയിഡ് എന്ന് വിളിച്ച പോലെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ മീറ്റിംഗ് പോയിൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോസെൻറ്റർ. അപ്പോൾ ആ 2 പേര് ഓർക്കണം. സെൻട്രോയിഡ് മീറ്റിംഗ് പോയിൻ്റ് ഓഫ് മീഡിയൻ ആണ്, ഓർത്തോസെൻറ്റർ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡാണ്. ഇനി വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, അതുപോലെ തന്നെ ഈ മീഡിയനും ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് ആണ്, ഓൾട്ടിറ്റ്യൂഡും 3 ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ സെൻട്രോയിഡ്, അതായത് എല്ലാ ഓൾട്ടിറ്റ്യൂഡില്ല മീഡിയനും നമ്മളെന്ത് പറഞ്ഞു? ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. എല്ലാ മീഡിയനും ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. പക്ഷേ ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെയല്ല, എപ്പോഴും ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആവണമെന്നില്ല. അത് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, ഓർത്തോസെൻറ്ററുകളുടെ പ്രത്യേകതയുള്ള അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾസും അക്യൂട്ടായ ട്രയാങ്കിളാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഈ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓർത്തോസെൻറ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇത്, ഈ വെർട്ടെക്സ് നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇത്, ഈ വെർട്ടെക്സ് നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇത്. ഇതിൻ്റെ 3ൻ്റെയും കൂടി മീറ്റിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ ഓർത്തോസെൻറ്റർ എന്ന് വിളിക്കുക. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഓർത്തോസെൻറ്ററും ഈ ഓൾട്ടിറ്റ്യൂഡൊക്കെ ഇങ്ങനെ ഇൻറ്റീരിയർ തന്നെ ആയിരിക്കും കിടക്കുക. ഇതിൻ്റെ ഇൻറ്റീരിയർ, ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിരിക്കും. പക്ഷേ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ, മീഡിയൻ വരയ്ക്കുമ്പോൾ അങ്ങനെ വരില്ല. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഓരോ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ മീഡിയൻസ് എപ്പോഴും ഇൻറ്റീരിയർ ആയിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 90 ഡിഗ്രി ആയ ആംഗിളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും. ഇത് ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. ഇനി എവിടുന്നാണ് വരയ്ക്കേണ്ടത്? ഇവിടുന്ന് വരയ്ക്കണം. ഈ വെർട്ടെക്സ് നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ സൈഡ്. ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABC. അതായത് C എന്ന് പറയുന്നത് വെർട്ടെക്സ് നിന്ന് എവിടേക്കാണ് വരയ്ക്കേണ്ടത്? ABയിലേക്കാണ് എന്ത് വരയ്ക്കേണ്ടത്? ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ
ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ ഈ എ ബിയുടെ ലൈനിലേക്ക് എവിടേക്കെങ്കിലും വരച്ചാൽ പെർപെൻഡിക്കുലറായിട്ട് കിട്ടില്ല നമുക്ക്. ഇവിടെ എവിടെ വരച്ചാലും പെർപെൻഡിക്കുലർ ആവില്ല, ഇവിടെ വരച്ചാലും 90 ഡിഗ്രി കിട്ടില്ല. അപ്പോൾ ഏത് ഇങ്ങനെ വരച്ചാൽ മാത്രമേ പെർപെൻഡിക്കുലർ കിട്ടുള്ളൂ. അതായത് ഈ എ ബി എന്ന് പറഞ്ഞ ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നീട്ടി വെക്കാം. എന്നിട്ട് ഈ സി എന്ന് പറഞ്ഞ വെർട്ടെക്സ് നിന്ന് ഇതിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോഴാണ് ഇത് 90 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പറയാം, ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് എ ബി എന്ന് പറഞ്ഞ സൈഡിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഏതാണ് എ സി ആണ്. ഇതാണ് ഈ സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന വെർട്ടെക്സ് ഈ സൈഡാണ്, എ സി ആണ്. ഇനി മറ്റേ സൈഡ് നോക്കാം. ഇനി ബി എന്ന് വരയ്ക്കുന്ന വെർട്ടെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബിയിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ സി. എ സിയിലേക്ക് എങ്ങനെ വെർട്ടെക്സ് വരച്ചാലും 90 ഡിഗ്രി കിട്ടില്ല, ഇത് മാത്രം വരച്ചാലേ കിട്ടുള്ളൂ. അതായത് എ സി ഇങ്ങനെ നമുക്കിങ്ങനെ നീട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ വരച്ചാലേ പെർപെൻഡിക്കുലർ കിട്ടുള്ളൂ. അപ്പോൾ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് നിന്ന് എ സിയിലേക്കാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. അത് ഏത് തന്നെയാണ്? എ ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു വെർട്ടെക്സ് വരയ്ക്കുമ്പോൾ മാത്രമേ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന വെർട്ടെക്സ് നിന്ന് ഈ സൈഡിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് മാത്രമേ ഇൻറ്റീരിയർ ആയിട്ടുള്ളൂ. ബാക്കി രണ്ടും ഏതാ? ഈ സൈഡുകളാണ്. സി എന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് എന്താ? എ ബിയിലേക്ക് വരയ്ക്കുന്നത് ഈ ലൈൻ തന്നെയാണ്. അതുപോലെ എ സി എന്ന് പറയുന്ന ലൈനിലേക്ക് ബി എന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഏതാ? ഈ ബി എ എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരിക. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിള്, ഈ ആംഗിള് 90നേക്കാളും കൂടുതലുള്ള ട്രയാങ്കിളിനെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുക. ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ഇതാണ്. ഇവിടെയും മറിച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണ്. ഈ വെർട്ടെക്സ് നിന്ന് പെർപെൻഡിക്കുലർ ഈ സൈഡിലേക്ക് വരച്ചു, അത് ഇതാണ്. അപ്പോൾ എ ബി സി. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് നിന്ന് എ സിയിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. ഇനി അടുത്തത് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകും. ഈയിൽ മീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് സി എന്ന് പറഞ്ഞ വെർട്ടെക്സ്. സി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് എവിടേക്കാണ് വരയ്ക്കേണ്ടത്? എ ബി ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. എ ബിയിലേക്കാണ് വരയ്ക്കേണ്ടത്. ഈ എ ബിയിലേക്ക് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? എ ബിനെ ഇങ്ങോട്ട് നീട്ടും. അങ്ങനെ വെറുതെ ഡോട്ട് ഇട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും. നമ്മൾ കൺസ്ട്രക്റ്റിംഗ് ഉണ്ട് എന്ന് ചിന്തിക്കും. കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് സിയിൽ നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കും പെർപെൻഡിക്കുലർ. ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഈ ഓൾട്ടിറ്റ്യൂഡാണ് ഈ കിടക്കുന്നത്. സിയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡാണിത്. ഇത് എവിടെയാണ് കിടക്കുന്നത്? ട്രയാങ്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത്. നമുക്കിതിന് ഡി എന്ന് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എവിടേക്കാണ് വരയ്ക്കേണ്ടത്? ബി സിയിലേക്കാണ് വരയ്ക്കേണ്ടത് പെർപെൻഡിക്കുലർ. എയിൽ നിന്ന് ബി സിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബി സിനെ കൺസ്ട്രക്റ്റ് ചെയ്യും, ഇങ്ങോട്ട് നീട്ടും. എന്നിട്ട് എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കും. എയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് ഈ എ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ ഡി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. അതുപോലെ ഡി സി എന്ന് പറയുന്നതും ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. പിന്നെ ഏതൊരു ഓൾട്ടിറ്റ്യൂഡ്? ഇ ഡി. 3 ഓൾട്ടിറ്റ്യൂഡ് ഇതാണ്. ഒരു ഓൾട്ടിറ്റ്യൂഡ് ഇ ഡി, ഇതുവരെ ഉള്ളൂ, നമ്മളങ്ങോട്ട് നീട്ടിയെന്ന് മാത്രം. ഈ ബി വരെയുള്ള ഓൾട്ടിറ്റ്യൂഡ്. പിന്നെ അടുത്ത ഓൾട്ടിറ്റ്യൂഡ് സി ഡി, അടുത്ത ഓൾട്ടിറ്റ്യൂഡ് എ ഡി. ഈ 3 ഓൾട്ടിറ്റ്യൂഡും മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ ഓർത്തോ സെൻറ്റർ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻറ്റർ എവിടെയായിരിക്കും? ഔട്ട് സൈഡിലായിരിക്കും, ഇൻറ്റീരിയർ ആയിരിക്കില്ല, എക്സ്റ്റീരിയർ ആയിരിക്കും. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സാമിന് അങ്ങനെയൊക്കെ ചോദിക്കാം. ഏത് ട്രയാങ്കിളിൻ്റെയാണ് ഓർത്തോ സെൻറ്റർ എക്സ്റ്റീരിയർ ആയിട്ടുള്ളത്? അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയാണ് ഓർത്തോ സെൻറ്റർ എക്സ്റ്റീരിയർ ആയിട്ടുള്ളത്. പിന്നെ ഇതും ചോദിക്കാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ പ്രത്യേകത. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 ഓൾട്ടിറ്റ്യൂഡ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തന്നെയായിരിക്കും. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം. അടുത്ത് നമുക്ക് എക്സസൈസ് 6.1 ചെയ്യാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ നമ്മൾ വരച്ച് നോക്കണം അല്ലേ? ട്രയാങ്കിൾ
PQR എന്നാണ് പേര് കൊടുക്കാൻ പറഞ്ഞത്. PQR. And D is the midpoint of QR. ഇതല്ലേ QRൻ്റെ മിഡ് പോയിന്റ് ആണ് D. മിഡ് പോയിന്റ്. അപ്പം ഇത് ട്രയാങ്കിൾ PQR പറഞ്ഞിട്ടുള്ള എന്താണ്? D is the midpoint of QR. QRൻ്റെ മിഡ് പോയിന്റ് D എന്ന് കൊടുത്തു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? PM is dash, PD is dash. PM M എവിടേക്കാ എന്താ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. M ഏതാ ട്രയാങ്കിൾ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. PD വരയ്ക്കാം നമുക്ക്. PD മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാം. പിന്നെ വേറെ ഒരെണ്ണം വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കാം. PM ഇത് 90. അപ്പോൾ നോക്കിയേ, ഇൻ PQR D is the midpoint of QR. PM is, ഈ PM എന്താണ്? അതിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചിരിക്കുന്നത് PM. അതെന്താണ് അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണേന്ന് എന്താ നമ്മൾ വരയ്ക്കുക? ഓൾട്ടിറ്റ്യൂഡാണ്. PM ഓൾട്ടിറ്റ്യൂഡാണ്. PD എന്താണ്? നടുവിലേക്ക് മിഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുള്ളത്. പിയിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ PD എന്താണ്? മീഡിയനാണ്. PD മീഡിയനാണ്. ഇനി ഈസ് QM ഈസ് ഈക്വൽ ടു MR എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ QM? Qന്ന് ഇങ്ങനെയുള്ള പോയിന്റ്. ഈ QM ഈക്വൽ ടു MR ആണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം ഇത് മിഡ് പോയിന്റിലേക്ക് അല്ല വരച്ചിട്ടുള്ളത്. M എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറായിട്ട് വരച്ചിട്ടുള്ളതാണ്. M മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മിഡ് പോയിന്റ്. QD ഈക്വൽ ടു DR ആയിരുന്നെങ്കിൽ ശരിയാണ്. Qയിൽ നിന്ന് Dയിലേക്കുള്ള അളവും Dയിൽ നിന്ന് Rയിലേക്കുള്ള അളവും ഈക്വലാണ്. QD ഈക്വൽ ടു DR ആണ്. പക്ഷെ ചോദിച്ചിട്ടുള്ളതല്ല QM ഈക്വൽ ടു MR ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതല്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും സെയിം അല്ല. ഈസ് QD ഈക്വൽ ടു MR എന്നുള്ളതിന് ആൻസർ നോ. അതിൻ്റെ ആൻസർ അത് ഈക്വൽ അല്ല. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതൊരു ചെറിയ എക്സസൈസാണ് അല്ലേ? ഈ എക്സസൈസ് വളരെ ചെറുതാണ്. ഡ്രോ എ റഫ് സ്കെച്ച് ഫോർ ദ ഫോളോയിങ്. ഒരു റഫ് സ്കെച്ചിൽ വരയ്ക്കാൻ ട്രയാങ്കിൾ ABC. ABCയിൽ BE ആണ് ഈസ് എ മീഡിയൻ. BE ഈസ്, അപ്പം B എന്നാണ് വരച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ആ പേര് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. BE ഈസ് എ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ B എന്ന് പറഞ്ഞ വെർട്ടെക്സ് എന്നാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ A എന്ന് ഇവിടെ കൊടുക്കണം. BC. ഇത് ABC എന്ന് പേര് കൊടുത്തു. BE ഈസ് ദ മീഡിയൻ. അപ്പോൾ B എന്നാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ACയിലേക്കാണ് വരയ്ക്കുക. B എന്ന് മിഡ് പോയിന്റ് അടയാളപ്പെടുത്തുക. അത് മീഡിയനാന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതാണ് അതിൻ്റെ മീഡിയൻ. അപ്പോൾ ഇവിടെ BE ഈസ് ദ മീഡിയൻ. സോറി, അത് വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഡ്രോ റഫ് സ്കെച്ച് ഫോർ ദ ഫോളോയിങ്. ഇങ്ങനെ വരയ്ക്കാൻ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിൽ BE മീഡിയൻ ആയിട്ട് വരയ്ക്കാനേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ B എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം Bയിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് E എന്ന് പേര് കൊടുക്കുക. മീഡിയൻ ആയതുകൊണ്ട് മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇനി ഓൾട്ടിറ്റ്യൂഡാണ് വരയ്ക്കണമെന്ന് വെച്ചാൽ പെർപെൻഡിക്കുലറായിട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ചോദിച്ചുള്ള എന്താ? ഇഫ് ട്രയാങ്കിൾ PQR, PQ ആൻഡ് PR ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ PQRൽ PQയും PR നമ്മൾ നേരത്തെ നമ്മൾ 3 ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞില്ലേ? ആ കാര്യമാണ് ഇവിടെ വരുന്നത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? അതിൻ്റെ 2 ഓൾട്ടിറ്റ്യൂഡ് അതിൻ്റെ 2 സൈഡ് തന്നെയായിരിക്കും. ഈ സൈഡും ആയിരിക്കും ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വരിക. അപ്പം PQPR. അപ്പോൾ ഇതിന് P എന്ന് കൊടുക്കണം. QR. ഈ PQയും PRും ആണ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. അങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതാ വരയ്ക്കുക? ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ QRലേക്ക് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. അത് വേറെ ഇൻറ്റീരിയറായിട്ട് പോണതാണ്. ഇനി ആറിന്ന് നമ്മളെങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക? ആറിന്ന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുമ്പോൾ ഈ ആറിന്ന് ഈ സൈഡിലേക്കല്ലേ വരയ്ക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ കിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ PR എന്ന് പറയുന്നത് ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. അതുപോലെ Q എന്ന് പറഞ്ഞ വെർട്ടെക്സിന്ന് ഈ ഇതിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ വരച്ച പെർപെൻഡിക്കുലർ കിട്ടില്ല. അപ്പോൾ Q എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ PQ എന്ന് പറയുന്നത് വേറൊരു ഓൾട്ടിറ്റ്യൂഡാണ്. അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ
രണ്ട് ഓൾട്ടിറ്റ്യൂഡ് അതിൻ്റെ രണ്ട് സൈഡ് തന്നെയായിരിക്കും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ പി ക്യു ആൻഡ് പി ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ്. ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇതും ഓൾട്ടിറ്റ്യൂഡ്. ഇത് രണ്ടാണ് എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരെ, ഈ രണ്ട് സൈഡ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് YL ഈസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻ ദ എക്സ്റ്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ. അതും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോ ട്രയാങ്കിൾ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ, അതായത് ഈ ആംഗിൾ 90നേക്കാൾ കൂടുതലുള്ള ആംഗിളാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളുകളുടെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള ഓൾട്ടിറ്റ്യൂഡും ഔട്ട് സൈഡിലാണ് വരിക. ഇൻറ്റീരിയറായിട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും, ഇൻറ്റീരിയർ ആയിരിക്കും. ഇവിടുന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഇവിടുന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡും എക്സ്റ്റീരിയർ ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞുള്ളത് ഏതാ? എക്സ് വൈ സെഡിൽ വൈയിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക. YL വൈ എക്സ്. അപ്പോൾ ഏതാ എക്സ് കൊടുക്കുക? എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ YL എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് കൊടുക്കുക. YL എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് ഏതാ വരിക? വൈയിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കേണ്ടത്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ലൈനിനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ലൈനിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ വൈയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കും 90 ഡിഗ്രി. ഈ YL ഇതാണ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. വൈയിൽ നിന്ന് എല്ലിലേക്ക്, അതായത് ഈ ലൈനിലേക്ക് വരയ്ക്കുന്നതിന് പകരം ഈ ലൈനിനെ ഇങ്ങോട്ട് നീട്ടും, ഈ സൈഡിനെ ഇങ്ങോട്ട് നീട്ടിയിട്ട് വൈയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പോൾ അത് ഇവിടെ മീറ്റ് ചെയ്യുക, അതിനാണ് L എന്ന് പേര് കൊടുക്കുക. ഇത് എവിടെയായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ദ എക്സ്റ്റീരിയർ ഓഫ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലെവിടെയോ അല്ല ഈ ഓൾട്ടിറ്റ്യൂഡ്. ഈ ഓൾട്ടിറ്റ്യൂഡ് അതിൻ്റെ പുറത്താണ് വരച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെരിഫൈ ബൈ ഡ്രോയിങ് എ ഡയഗ്രാം ഇഫ് ദ മീഡിയൻ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ക്യാൻ ബി ദ സെയിം. നിങ്ങളോട് ഒരു ഡയഗ്രാം വരച്ചിട്ട് എന്ത് ട്രയാങ്കിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ, ഈ സൈഡും ഈക്വൽ, ഇത് അൺഈക്വൽ സൈഡ്. രണ്ട് സൈഡ് ഈക്വലായ ട്രയാങ്കിളിനാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലും ഒരു സൈഡ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ട്രയാങ്കിൾ, അതിൽ വരയ്ക്കുന്ന മീഡിയൻസും ഓൾട്ടിറ്റ്യൂഡും സെയിം ആണ് എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഈക്വൽ സൈഡിൻ്റെ രണ്ടിൻ്റെയും കൂടി മീറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് എടുക്കുക. ഇതാണ് ഈക്വൽ സൈഡ്, ഇത് ഈക്വൽ സൈഡ്. അതിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് എയിൽ നിന്ന് അൺഈക്വൽ ആയിട്ടുള്ള സൈഡിലേക്ക് വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് മിഡ് പോയിന്റിലാണ് വന്ന് മീറ്റ് ചെയ്യുക. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ്. AO എന്ന് പറയുന്നത് അപ്പം മീഡിയനാണ്. നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചപ്പോഴും അത് ഇവിടെ തന്നെ മീറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് ഈക്വൽ സൈഡിൻ്റെ കോമൺ ആയ വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുന്ന മീഡിയനും ഓൾട്ടിറ്റ്യൂഡും ഒരേ ലൈനായിരിക്കും, സെയിം ആയി. AO തന്നെയായിരിക്കും മീഡിയൻ, AO തന്നെയായിരിക്കും ഓൾട്ടിറ്റ്യൂഡും. അപ്പോൾ AO ഈക്വൽ ടു മീഡിയൻ, AO തന്നെയായിരിക്കും ഓൾട്ടിറ്റ്യൂഡും. ഇത് രണ്ടും സെയിം ആണ് ഇതിൽ. പക്ഷേ നമ്മൾ ഇത് രണ്ട് ഈക്വൽ സൈഡിൽ നിന്ന് വരയ്ക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ഈക്വൽ സൈഡും ഒരു അൺഈക്വൽ ആയിട്ടുള്ള സൈഡ് കൊടുത്തിട്ട് ഇവിടുന്ന് ഈ മറ്റേ സൈഡിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡും മീഡിയനും സെയിം ആയി വരില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഈക്വലിൻ്റെ ഒരു സൈഡും മറ്റേത് ഈക്വൽ അല്ലാത്ത രണ്ട് സൈഡുകളല്ലേ. അപ്പോൾ അവിടുന്ന് വരയ്ക്കുന്ന മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്നത് മാത്രമേ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും ഐസോസെലസ് ട്രയാങ്കിളിന് സെയിം ആവുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വലാണ്. അങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ എല്ലാ വെർട്ടെക്സ് എന്ന് വരയ്ക്കണ പിന്നെ ഓൾട്ടിറ്റ്യൂഡ്സും മീഡിയനും സെയിം ആയിരിക്കും. അപ്പോൾ ഏതിൻ്റെയാണ് ഓൾട്ടിറ്റ്യൂഡ്സും മീഡിയനും സെയിം ആയിരിക്കുക? 3 ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ അല്ല, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ. ഐസോസെലസിൻ്റെ ആകെ ഒരു മീഡിയൻ മാത്രമേ ഓൾട്ടിറ്റ്യൂഡായിട്ട് സെയിം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഇൻ കേസ്
of an isosceles triangle. In case of a triangle, the altitude drawn from the vertex എവിടുന്ന് ഈക്വൽ സൈഡ്സിൻ്റെ വേർ ദ ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യണ വെർട്ടെക്സ് ടു ദ അൺഈക്വൽ side is the median. അപ്പോൾ എന്താ പറഞ്ഞത്, ഇൻ കേസ് ഐസോസലസ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എവിടുന്ന്, ഓൾട്ടിറ്റ്യൂഡ് ഡ്രോൺ ഫ്രം വെർട്ടെക്സ് ഏത് വെർട്ടെക്സ് എന്ന്, ഈക്വൽ സൈഡ്സ് വേർ ദ ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യണ വെർട്ടെക്സ് ഒന്ന് ടു ദ അൺഈക്വൽ സൈഡ്സിലേക്ക് വരയ്ക്കുന്നത് മീഡിയൻ തന്നെയായിരിക്കുന്നു. അതായത് ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യണ വെർട്ടെക്സ് എന്ന് അൺഈക്വൽ സൈഡിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് അതിൻ്റെ മീഡിയൻ തന്നെയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെയാവുള്ളൂ. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ 3 മീഡിയൻസും ഈക്വൽ ആയിരിക്കും. ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു മീഡിയനും ഓൾട്ടിറ്റ്യൂഡും ആണ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.